യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയ്ക്കായി കേന്ദ്ര സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് ഇന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. നിമിഷപ്രിയയ്ക്ക് നിയമസഹായം ലഭ്യമാക്കുന്നുണ്ട് എന്നുകൂടി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. കോൺസുലർ സന്ദർശനവും ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാണ് വിവരം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമായ വഴികളെല്ലാം ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നത്. പക്ഷേ അതിൽ എന്താണ് ഇനിയുള്ള നടപടികൾ, അടുത്ത നീക്കങ്ങൾ എന്താണ് എന്നതിലൊരു വ്യക്തതയുണ്ടോ? അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചൊന്നും വിദേശകാര്യ മന്ത്രാലയത്തിന് വലിയ ധാരണയില്ല, അത്തരം വിവരങ്ങൾ അറിയില്ല എന്നുകൂടി രൺധീർ ജയ്സ്വാൾ പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ബൽറാം. പ്രജിൻ, പ്രതിവാര വാർത്താ സമ്മേളനത്തിലാണ് വിദേശകാര്യ മന്ത്രാലയം നിമിഷപ്രിയ വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചത്. വിഷയം അതീവ ഗൗരവ സ്വഭാവമുള്ളതാണ് എന്നും കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായവും നിമിഷപ്രിയയുടെ കുടുംബത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നും രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. നിമിഷയുടെ കുടുംബത്തിന് നിയമസഹായവും ഒപ്പം തന്നെ അഭിഭാഷകനെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം പതിവായി കോൺസുലർ സന്ദർശനങ്ങൾ നടത്തുകയും പ്രാദേശിക ഭരണകൂടവുമായും കുടുംബാംഗങ്ങളുമായും നിരന്തരം ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. നിമിഷപ്രിയയുടെ കുടുംബത്തിന് ഈ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബവുമായി സമവായത്തിലെത്താൻ കൂടുതൽ സമയം തേടുന്നതിന് വേണ്ടിയ ഈ വധശിക്ഷ മാറ്റിവെക്കാൻ നടത്തിയ കൂട്ടായ ശ്രമങ്ങളിലും വിദേശകാര്യ മന്ത്രാലയം ഭാഗമായിരുന്നുവെന്നും രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ഒപ്പം തന്നെ വിഷയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും മറ്റ് സൗഹൃദ രാജ്യങ്ങളെ കൂടി ഈ വിഷയത്തിൽ ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾ തുടരുന്നതായും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഒരു ചോദ്യത്തിനുള്ള മറുപടിയായാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പങ്കിനെ സംബന്ധിച്ച ധാരണ ഇല്ല എന്ന വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ എല്ലാവിധ ശ്രമങ്ങളും തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി ബൽറാം, എന്തായാലും വേണ്ട നിയമസഹായങ്ങളെല്ലാം നിമിഷപ്രിയയ്ക്കായി ചെയ്യുന്നുണ്ട് എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.